ഒരേ പ്രാർത്ഥനയാണല്ലോ. നല്ല പേടിയുണ്ടല്ലേ? പേടിക്കാതെ പിന്നെ. വീട്ടിൽ നിന്ന് ഗൾഫിൽ പോയി എന്ന് പറഞ്ഞിറങ്ങിയവനാ ഈ വരന്റെ വേഷത്തിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മയും അമ്മാവനും അറിഞ്ഞാ ഈ വെടിപ്പുരയിട്ട് എന്നെ കത്തിക്കും. പേടിച്ചേ പറ്റൂ. നിനക്കെന്താ പേടിയൊന്നും ഇല്ലാത്ത പോലെ? എന്തിനു പേടിക്കണം? ദൈവത്തിന് സാക്ഷി നിർത്തി ഇഷ്ടപ്പെട്ടവര് തമ്മിൽ വിവാഹം കഴിക്കുന്നത് അപരാധമൊന്നുമല്ലെന്ന എന്റെ അഭിപ്രായം. ഇനി ഇതിന്റെ പേര് കത്തിക്കാൻ വന്നാ അവരെയൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം. എന്റെ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ കളരിയാശാനാ. എടി ഭയങ്കരി, ഇപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായതോ. എന്ത് കാര്യം? നിന്നെയാ കൂടുതൽ പേടിക്കേണ്ടത്. ആ, വലിയ കോമഡി ഒന്നും വേണ്ട. നാവടക്കി വെച്ച് പ്രാർത്ഥിക്ക്. ഓ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയാവോ? നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ ബൈക്ക് ഓടിക്കല്ലായിരുന്നു. നീ ആള് കൊള്ളാം. 1 മണിക്കൂർ മുമ്പ് വിളിച്ച് പെട്ടെന്നൊരു കല്യാണമുണ്ട്, ഫോട്ടോ എടുക്കണം, എടുപടിന്ന് വരണം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് മൊബൈലിൽ അങ്ങ് ഫോട്ടോ എടുത്താൽ പോരെ? എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? എടാ, ഇത് അങ്ങനെ ഒരു കേസാ. ഹരീന്ദ്രൻ എന്റെ ക്ലാസ്മേറ്റാ, 10-20 വർഷത്തെ കൂട്ട്. ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ ഒരു പെണ്ണിനെ രഹസ്യ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. അവനിന്ന് ഗൾഫിൽ പോകും മുമ്പ് രേഖ ഉണ്ടാക്കാനാ. ഞാൻ അമ്പല സെക്രട്ടറി ആയതുകൊണ്ട് ഒരുവിധം അറേഞ്ച് ചെയ്തു. പക്ഷെ ഫോട്ടോ കൂടി എടുത്താലേ രേഖ ഉണ്ടാക്കൽ പൂർത്തിയാവും. അതാ ഞാൻ നിന്നെ നിർബന്ധിച്ചത്. നീ എന്തായാലും ക്യാമറ എടുക്ക്, മുഹൂർത്തം ആറായി. ഹരി, ഇത് വിപിൻ, നമ്മുടെ കൂടെ പഠിച്ച ശ്യാം സുന്ദർ അനിയനാ. നിങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കും. അപ്പോഴേക്കും ഞാൻ പൂജിച്ച താലിയും ഹാരവും തിരുമേനിയായിട്ട് വരാം. ഓക്കെ? ശരി. റെഡി? കുറച്ചുകൂടെ ചേർന്ന് നിൽക്ക്. ഓക്കെ. ഒന്ന് തോളിൽ കൈയിട്ടേക്ക്. എന്താ ഇങ്ങനെ ചുരുക്കത്തിൽ കഴിക്കാൻ തീരുമാനിച്ചത്? അത് പിന്നേക്ക് വെക്കണ്ടെന്ന് രണ്ടാളും തീരുമാനിച്ചു അല്ലേ? എന്നോട് കള്ളം പറഞ്ഞാലും ദൈവത്തിനോട് അത് വില പോവില്ല. സുരേഷ് പറഞ്ഞു കാര്യങ്ങള്. പെണ്ണിന്റെ ഏട്ടന് അപകടം പറ്റിയതുകൊണ്ട് കല്യാണം മുടങ്ങിപ്പോയ തിരുമേനി. അവൻ ഇന്ന് തന്നെ ഗൾഫിലേക്ക് മടങ്ങി പോകണം. അതുകൊണ്ടാണ് ആരോടും പറയാതെ പെട്ടെന്ന് ചടങ്ങ് നടത്തുന്നത്. മനസ്സിലായി. മാംഗല്യത്തിന്റെ മാനദണ്ഡം മനപ്പരുത്തുക. എപ്പോഴും അതുണ്ടായാൽ മതി. എന്ത് ചെയ്യുന്നതിലുമുള്ള ആത്മാർത്ഥതയാണ് പ്രാർത്ഥന എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നാ പിന്നെ താലി മേടിച്ചോളൂ.
നന്നായി വരട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ദാമ്പത്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ ഒരു തുലാഭാരം നടത്തണം കേട്ടോ.